കോൺഗ്രസിൽ മന്ത്രിസഭാ രൂപീകരണം കീറാമുട്ടിയാകുന്നു. മന്ത്രിസ്ഥാനം തന്നെ വേണമെന്നും സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടായെന്നും നേതൃത്വത്തോട് കടുപ്പിച്ച് പറഞ്ഞ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതേസമയം ചാണ്ടി ഉമ്മനെ ഒഴിവാക്കാനാകില്ല എന്നാണ് KC വിഭാഗത്തിന്റെ നിലപാട്. മാത്യു കുഴൽനാടനെ പരിഗണിക്കണമെന്നും KC പക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. സ്പീക്കർ പദവിയിൽ VT ബൽറാമിനെ പരിഗണിക്കണമെന്ന് VD സതീശൻ യോഗത്തിൽ ആവശ്യപ്പെട്ടു. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, ഏറെക്കുറെ ഉറപ്പിച്ച പേരായിരുന്നു ചാണ്ടിയുടേത്. പക്ഷെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കുകയാണ് എങ്കിൽ ചാണ്ടി ഉമ്മന്റെ സാധ്യത മങ്ങുകയാണോ എന്നൊരു ചോദ്യം ഉണ്ടാകുന്നുണ്ട്. മധു, അങ്ങനെ തന്നെയാണ്. സ്പീക്കർ പദവിയിലേക്ക് തനിക്ക് വരാൻ താല്പര്യമില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു കഴിഞ്ഞു. സ്പീക്കർ പദവിയിലേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പരിഗണിക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി, അദ്ദേഹത്തിന്റെ പക്വത, അതൊക്കെ കൊണ്ടാണ് സ്പീക്കർ പദവിയിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് അദ്ദേഹം വരണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ പരിഗണിക്കപ്പെട്ട ആരെങ്കിലും ഒരാൾ പുറത്തേക്ക് പോകേണ്ടി വരും. എന്തായാലും ചാണ്ടി ഉമ്മനെ ഒഴിവാക്കാൻ രമേശ് ചെന്നിത്തല വിഭാഗവും KC വേണുഗോപാൽ വിഭാഗവും അനുവദിക്കില്ല. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയോട് കോൺഗ്രസ് നേതൃത്വത്തിനുള്ള ഒരു കടപ്പാട്, അതിനപ്പുറത്തേക്ക് ചാണ്ടി ഉമ്മൻ MLA എന്ന നിലയിൽ നടത്തിയ പെർഫോമൻസ്, ഏറ്റവും മികച്ച യുവ MLA, ലളിതമായ ജീവിതം, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചാണ്ടി ഉമ്മന് അനുകൂലമാണ്. ചാണ്ടി ഉമ്മനാണെങ്കിൽ വലിയ രീതിയിൽ അവകാശ തർക്കങ്ങൾക്കിടയിൽ ക്ലെയിം വെക്കാത്ത ഒരാൾ പിന്തള്ളപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത് നൽകുന്ന ഒരു മോശം സന്ദേശം കൂടിയാണല്ലോ. മാധു, തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് അല്പം മുമ്പ് പല നേതാക്കളുമായി സംസാരിക്കുമ്പോൾ ചാണ്ടി ഉമ്മനെ ഒഴിവാക്കാൻ അനുവദിക്കില്ല, മറ്റാരെ ഒഴിവാക്കിയാലും ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ വേണമെന്ന ഒരു നിലപാട്. ചാണ്ടി ഉമ്മന് സ്പോർട്സ്, യുവജന ക്ഷേമകാര്യ വകുപ്പ് ഉൾപ്പെടെ നൽകാനുള്ള ആലോചന വരെ KPC എടുത്താണ്. അവസാന ഘട്ടത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെ ചെക്ക് വയ്ക്കുന്നത്. ആ ചെക്ക് വെച്ചപ്പോൾ അതിന് നേതൃത്വം വഴങ്ങുമോ എന്നത് പ്രധാനമാണ്. പക്ഷേ അതിൽ ഹൈക്കമാൻഡിൻ്റെ ഒക്കെ അഭിപ്രായം പ്രധാനവുമാണ്. ഇതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കർ പദവിയിൽ നിർത്തിക്കഴിഞ്ഞാൽ നിയമസഭാ സമ്മേളനമൊക്കെ കൃത്യമായി അത് ഏകോപിപ്പിക്കാൻ എളുപ്പമായിരിക്കുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്. അതിനിടയിലാണ് KC പക്ഷം ഇപ്പോൾ മാത്യു കുഴൽനാടൻ്റെ പേര് കൂടി ഉയർത്തിക്കാണിക്കുന്നത്. ഇടയിൽ കോങ്ങാട് എന്ന് വിജയിച്ച KA തുളസിയെ പോലും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. VD സതീശനാണ് അങ്ങനെ ഒരു ആവശ്യം ഉയർത്തിയത്. കാരണം അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ്. കാരണം ഓരോ വിഭാഗങ്ങൾ അവരുടെ ചേർന്ന് നിൽക്കുന്നവരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനൊപ്പമുള്ളവരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് മാത്രം. അതിൽ രമേശ് ചെന്നിത്തല ഉയർത്തിയ അൻവർ സാദത്ത്, അതേപോലെ IC ബാലകൃഷ്ണൻ, അവരുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ആ കാര്യത്തിൽ ഒരു അവ്യക്തത തുടരുന്നുണ്ട്. പരമാവധി ശ്രമം തുടരുകയാണ് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും IC ബാലകൃഷ്ണനെയും അൻവർ സാദത്തിനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ. അതിനിടയിലാണ് ഇങ്ങനെ മറ്റൊരു വെല്ലുവിളി കൂടി കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ മന്ത്രിസഭയിൽ പരിഗണിക്കണമെന്ന് ആവശ്യം വരുന്നു. VT ബൽറാമിനെ സ്പീക്കറാക്കണമെന്ന് VD സതീശനും ആവശ്യം ഉയർത്തുകയാണ്.